നമസ്കാരം. വിമതന്മാരെ പുറത്താക്കി പിണറായി. CPM-ൽ ആഭ്യന്തര തർക്കങ്ങൾ മുറുകുന്നു, രൂക്ഷമാകുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെളിപ്പെടുത്തലുകൾ നടത്തിയ കുഞ്ഞികൃഷ്ണനെ CPM പുറത്താക്കി. ആ പുറത്താക്കിയ നടപടിക്കെതിരെ പല ലോക്കൽ കമ്മിറ്റികളിലും വിമർശനം ശക്തമാകുന്നു. നേതാക്കൾ പങ്കെടുത്ത റിപ്പോർട്ടിംഗ് യോഗത്തിലാണ് നടപടി ശരിയായില്ല എന്നുള്ള വിമർശനമടക്കം ഉയർന്നു വന്നത്. ബ്രാഞ്ച് കമ്മിറ്റി ജനറൽ ബോഡികളിൽ ചർച്ചയ്ക്ക് അവസരം നൽകിയില്ല എന്നും പിന്നീട് ബ്രാഞ്ച് യോഗങ്ങളിൽ അഭിപ്രായം ഉന്നയിക്കാമെന്ന് നേതാക്കൾ പറയുകയായിരുന്നു എന്നുള്ള വിമർശനങ്ങളടക്കം മുന്നോട്ട് വരും. ഇതേ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച പ്രസന്നന്റെ വീട്ടിൽ നേതാക്കൾ സന്ദർശനം നടത്തിയതും അണികൾ അകന്നു പോകാതിരിക്കുവാനുള്ള അനുനയ നീക്കത്തിൽ നേതാക്കൾ എത്തിച്ചേർന്നതും മാത്രമല്ല, ഇപ്പോൾ ഉള്ളതിൽ നിന്നും ആരും അകന്നു പോകാതിരിക്കുവാനും അണികളെ കൂടെ നിർത്തുവാനുമുള്ള ശ്രമങ്ങൾ നടത്തണമെന്നുള്ള ഒരു വാദത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും ബ്രാഞ്ച് കമ്മിറ്റികളിലും ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിലും നീറുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ വിഷയം മാത്രമല്ല, ഇനി തിരുവനന്തപുരത്തുമുണ്ട് അത്തരത്തിൽ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം. 2008 RSSന്റെ കാവാലികരാൽ കൊല്ലപ്പെട്ട വിഷ്ണു എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ടിട്ട് ആ വിഷ്ണുവിന്റെ കൊലപാതകത്തിന് ശേഷം ഫണ്ട് ശേഖരണാർത്ഥം ആ ഫണ്ട് ശേഖരണം നടത്തി അതിനകത്ത് ഒരു തുകയും നൽകിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളുമായിട്ട് ഈ കൊല്ലപ്പെട്ടു പോയ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് അടക്കം ഇപ്പോൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിനോദ് വളരെ കൃത്യമായിട്ട് CPM നേതൃത്വത്തിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു കൊല്ലപ്പെട്ട സമയം ഒരിക്കലും ഫണ്ട് ശേഖരണം വേണ്ട എന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞിട്ട് പോലും പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഫണ്ട് ശേഖരണത്തെ അനുകൂലിക്കുകയായിരുന്നുവെന്നും അതിനുശേഷം 10 ലക്ഷത്തിലധികം രൂപ പിരിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു തുക പോലും കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിനോദ് വെളിപ്പെടുത്തുന്നുണ്ട്. ആ വെളിപ്പെടുത്തലുകൾ അടക്കം വരുന്ന സാഹചര്യത്തിലാണ് കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ടുകൂടിയുള്ള പ്രസ്താവനകളും വിമർശനങ്ങളുമൊക്കെ പുറത്തു വരുന്നതും. സത്യത്തിൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കാര്യങ്ങളിൽ പൊതുമധ്യത്തിൽ ചർച്ചയാക്കുന്നവർ എത്ര മുതിർന്നവരായാലും അത് വെച്ചു പൊറിപ്പിക്കില്ല എന്നുള്ള നയത്തിലേക്ക് CPM എത്തുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി എന്ന് പറയപ്പെടുന്നത്. അച്ചടക്കത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുവാൻ CPM തയ്യാറെടുക്കുന്നു. മാത്രമല്ല, വിമത സ്വരങ്ങൾ എവിടെ നിന്ന് ഉയർന്നാലും അവർക്കെതിരെ അതിൽ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കുള്ളിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് കുഞ്ഞികൃഷ്ണന് പുറത്താക്കിക്കൊണ്ട് നടപ്പിലാക്കിയത്. അതേ തരത്തിലുള്ള ഒരു നടപടിക്രമം ആയിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ സഖാവ് വിഷ്ണുവിനെ കൊല്ലപ്പെട്ടു പോയ വിഷ്ണുവിന്റെ രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദിനെതിരെയും അങ്ങനെയാണെങ്കിൽ പുറത്താക്കൽ നടപടികൾ സ്വീകരിക്കേണ്ടതല്ലേ? അതവിടെ നിൽക്കട്ടെ ഒരു ഭാഗത്ത്. പക്ഷെ ഇങ്ങനെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പിണറായി വിജയന്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെ വിമതസ്വരം ഉയരുന്നവരെ വളരെ കൃത്യമായി പാർട്ടിക്ക് പുറത്താക്കുക എന്നൊരു ലക്ഷ്യം വളരെ കൃത്യമായി നടപ്പിലാക്കുകയാണ്. പക്ഷെ ഇതിൽ കണ്ണൂരിൽ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുമ്പോഴും ആ പാർട്ടിയെ പിടിച്ചു നിർത്തുവാനും ആ പാർട്ടിയിൽ പലപ്പോഴും കണ്ണൂരിന്റെ സ്വരമായി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് P. ജയരാജന്റെ സ്വരമാണ്. പക്ഷെ കണ്ണൂരിൽ ഒന്നും മിണ്ടാതെ പ്രതിസന്ധി മറികടക്കാൻ P. ജയരാജനെ മെരുക്കിയെടുക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് സത്യത്തിൽ CPM. കാരണം അതുകൊണ്ടാണ് PJ ഫാൻസ് അടക്കം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കണ്ണൂരിൽ സൃഷ്ടിക്കപ്പെട്ടത്. പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി ആരോപണങ്ങളിൽ ഉറച്ചു നിന്ന മുതിർന്ന നേതാവാണ് കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിയിലൂടെ CPM നൽകുന്നത് കർശനമായിട്ടുള്ള അച്ചടക്ക സന്ദേശമാണ്. കഴിഞ്ഞ മാസം, അതായത് നമുക്കറിയാം, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 23-ാം തീയതിയാണ് കുഞ്ഞികൃഷ്ണൻ ഒരു വെളിപ്പെടുത്തൽ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പുറത്തുവിട്ടത്. അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് ദ്രുതഗതിയിലുള്ള നടപടി CPM കുഞ്ഞികൃഷ്ണൻ സഖാവിനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കാര്യങ്ങൾ പൊതുമധ്യത്തിൽ ചർച്ചയാക്കുന്നവർ എത്ര മുതിർന്നവരായാലും വെച്ചു പൊറിപ്പിക്കില്ല എന്നുള്ള നിലപാടിലാണ് നേതൃത്വം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർട്ടി നടത്തിയ അന്വേഷണവും തീരുമാനവും അന്തിമമാണ് എന്നും അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പുറത്തു പോകേണ്ടി വരുമെന്നുമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിക്കൈയായി കുഞ്ഞികൃഷ്ണൻ മാറിയെന്നും വ്യക്തിപരമായി പക തീർക്കാൻ നുണപ്രചരണം നടത്തുകയാണ് എന്നുമാണ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പാർട്ടിയെ തകർക്കാനാണ് കുഞ്ഞികൃഷ്ണൻ ശ്രമിച്ചത് എന്നും നേതൃത്വം വിലയിരുത്തുകയാണ്.
50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവിനെതിരെ പോലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുത്തത് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കുള്ള താക്കീത് കൂടിയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. കണ്ണൂരിലെ PJ ഫാൻസ് ഈ വിഷയങ്ങളിലൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയവുമാണ്. P ജയരാജനും മൗനത്തിലാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ P ജയരാജന് നിയമസഭാ സീറ്റ് നൽകുമെന്നുള്ള ഒരു സൂചന അടക്കം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മൗനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. തലശ്ശേരിയും മാത്രമല്ല പയ്യന്നൂരും ഇവിടെയൊക്കെ PJക്ക് വേണ്ടി പരിഗണിക്കപ്പെടുന്ന സീറ്റുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. പയ്യന്നൂരിൽ PJയെ മത്സരിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പാർട്ടിയിലെ എതിർപ്പുകൾ അതിശക്തമായി ആകാതിരിക്കുന്നതിനുള്ള ഒരു തടയിടലാണ് ഇതിലൂടെ, ഈ നീക്കത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പാർട്ടിക്കുള്ളിൽ പരിഹരിക്കപ്പെടാത്ത നീതികേടുകൾക്കെതിരെയാണ് താൻ ശബ്ദമുയർത്തിയത് എന്ന കുഞ്ഞികൃഷ്ണന്റെ വാദത്തിന് അച്ചടക്കത്തിന്റെ ചട്ടക്കൂടിൽ CPM വില നൽകുന്നില്ല എന്നുള്ളതാണ്. പരാതി ഉന്നയിച്ച ആളെ പുറത്താക്കുകയും ആരോപണ വിധേയനായിട്ടുള്ള MLA സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ പാർട്ടി സംവിധാനത്തിന് മുകളിൽ ആരും വളരേണ്ടതില്ല എന്ന സന്ദേശമാണ് CPM ഇതിലൂടെ ഊട്ടിയുറപ്പിക്കുന്നത്. ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ പാർട്ടി ഇനി ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായ ചർച്ചകൾക്ക് ഇടമില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതായിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് അത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിച്ചത്. രക്തസാക്ഷി ഫണ്ട്, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട്, 2021 തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള പയ്യന്നൂർ MLA TI മധുസൂദനന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക അപഹരണം നടന്നു എന്നതായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന സഖാവ് പാർട്ടിയുടെ ശത്രുക്കളുടെ കോടാലിയായി മാറിയെന്നും പ്രചരിപ്പിച്ചതെല്ലാം നുണകളെന്നുമാണ് KK രാഗേഷ് പറയുന്നത്. പാർട്ടി തീരുമാനമെടുത്ത കാര്യങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ആരോപിക്കുന്നത്. പാർട്ടിക്ക് അകത്ത് നിന്ന് പാർട്ടിയെ വഞ്ചിച്ച് വാർത്തകൾ ചോർത്തി ഇപ്പോൾ പറയുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുവെന്നും തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, മധുസൂദനോടുള്ള പകയാണ് ആരോപണത്തിന് പിന്നിലെന്നൊക്കെയാണ് ജില്ലാ സെക്രട്ടറി രാഗേഷ് പറയുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചതാണ് എന്നും പാർട്ടിക്ക് പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും വ്യക്തിപരമായിട്ട് ആരും ധനാപഹരണം നടത്തിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പാർട്ടി അന്വേഷിച്ച് തീർപ്പാക്കിയ കാര്യം വീണ്ടും ഉന്നയിക്കുകയായിരുന്നുവെന്നും പാർട്ടിയെ കടന്നാക്രമിക്കുന്നവരുടെ കയ്യിലെ ചട്ടുകമായി മാറുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ അധപ്പതിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ നടത്തിയത് എന്നുള്ള രാഗേഷിന്റെ വിമർശനങ്ങളും വരുന്നുണ്ട്. അതേസമയം പാർട്ടി നടപടിയെടുത്ത കാര്യം പരസ്യമായി ഉന്നയിച്ച് കടുത്ത അച്ചടക്ക ലംഘനമാണ് കുഞ്ഞികൃഷ്ണൻ നടത്തിയത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ സെക്രട്ടറി വിലയിരുത്തുകയും ചെയ്തിരുന്നു. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പ് കണക്കിൽ ലക്ഷങ്ങളുടെ തിരിമറി നടന്നു എന്നും 2016 ജൂലൈ 11 കൊല്ലപ്പെട്ട ധൻരാജിന്റെ പേരിൽ പിരിച്ച ഫണ്ട് ചെലവഴിക്കുന്നതിലും വരവ് കാണിക്കുന്നതിലും കൃത്രിമം കാണിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. പാർട്ടിയിൽ പലതവണ പറഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിനാലാണ് പരസ്യമായി താൻ പറയാൻ തയ്യാറായത് എന്നുകൂടി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. തന്നെ പുറത്താക്കിയത് പ്രതീക്ഷിച്ച നടപടിയാണ് എന്നും എന്നാൽ അതേസമയം മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനില്ല എന്നും വി കുഞ്ഞികൃഷ്ണൻ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം 50 വർഷത്തിലധികമായി പാർട്ടിയോടൊപ്പമുള്ള നേതാവാണ് 74-കാരനായ കുഞ്ഞികൃഷ്ണൻ. 24-ാം വയസ്സിൽ പാർട്ടി അംഗത്വമെടുത്ത അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറി, പയ്യന്നൂർ ഏരിയ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചാണ് ജില്ലാ കമ്മിറ്റി അംഗമായത്. പയ്യന്നൂരിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടിയുടെ സമയത്താണ് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കിയത്. ഇതോടെ പ്രവർത്തന രംഗത്ത് നിന്ന് വിട്ടുനിന്ന് അദ്ദേഹം സമ്മർദ്ദത്തിന് വഴങ്ങി തിരിച്ചെത്തുകയും ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവ് ആവുകയും ചെയ്തു. കഴിഞ്ഞ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗവുമായി. പക്ഷേ കഴിഞ്ഞ 50 വർഷമായി പാർട്ടിയോടൊപ്പം സഞ്ചരിച്ചിരുന്ന അദ്ദേഹത്തിന് പാർട്ടിയിലെ അഴിമതി വിളിച്ചുകൂവണമെന്നുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. സമൂഹത്തിന് മുന്നിലേക്ക് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിളിച്ചറിയിച്ചുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പടിയിറങ്ങുന്നത്. പക്ഷേ ഇത് പയ്യന്നൂരിലെ മാത്രം ഒരു ഫണ്ട് ശേഖരണമോ ഫണ്ട് തിരിമറിയോ മാത്രമല്ല. ഇങ്ങ് തിരുവനന്തപുരത്ത് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളാണ്. വിഷ്ണുവിന്റെ സഹോദരൻ, കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സഹോദരനായിട്ടുള്ള വിനോദ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെ പാർട്ടി ഫണ്ട് പിരിച്ചിട്ട് ആ പാർട്ടി ഫണ്ട് കൈക്കലാക്കുകയും അത് തിരിമറി നടത്തുകയും ചെയ്തു എന്നാണ്. തീരുന്നില്ല ഈ പാർട്ടിയിലെ ഇത്തരത്തിലുള്ള അനൈക്യം. മാത്രമല്ല പുകയുകയാണ് CPM-നുള്ളിൽ ഇത്തരത്തിലുള്ള വിഭാഗീയത, ആഭ്യന്തര തർക്കങ്ങൾ. ഈ വിമതന്മാരെയൊക്കെ എത്ര നാളിങ്ങനെ പുറത്താക്കി പിണറായിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് ഇനിയും ചിന്തിക്കേണ്ടതാണ്.